കുന്നിച്ചോ മിനസാൻ നാനോമിഷിന്റെ എപ്പിസോഡ് 29 മലയാളം മാൻഹോ എക്സ്പ്ലനേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, നാനോമിഷി മാത്രമല്ല, നമ്മുടെ ദി ബിഗിനിങ് ഓഫ് ദി ഇന്ത്യയുടെ സീസൺ 6 അങ്ങനെ ഒഫീഷ്യലി റിലീസായിട്ടുണ്ട് കേട്ടോ. അത് കാണാത്തവർ എന്തായാലും അതും കൂടെ ഒന്ന് ചെക്കൗട്ട് ചെയ്തേക്കണം. പിന്നെ അതേപോലെ വീട്ടിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഒരാൾക്കൊരു ഷൗട്ട് ഔട്ട് കൊടുക്കാറുണ്ട്. നമ്മുടെ ശ്രീദേവ് ബ്രോ നമുക്ക് ഇന്നലെ വീണ്ടും 100 rupees സൂപ്പർ താങ്ക്സ് ആയിരുന്നു. സോ താങ്ക് യു ബ്രോ, താങ്ക് യു ഫോർ യുവർ വണ്ടർഫുൾ സപ്പോർട്ട്. സോ അധികമൊന്നും പറഞ്ഞ് ആരെയും പുറപ്പെടുപ്പിക്കുന്നില്ല, എല്ലാവരും വീഡിയോ കൊണ്ട് കാത്തിരിക്കുമെന്ന് എനിക്കറിയാം. പിന്നെ അടുത്ത എപ്പിസോഡ് ഉണ്ടല്ലോ, അത് പീക്കായിരിക്കും, അത് മിസ്സാക്കല്ലേ. അതിനുവേണ്ടി ഇപ്പം തന്നെ പേജൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കണ്ട. അതേപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് റെക്കമെൻഡ് ചെയ്യാനും മറക്കണ്ട. നമുക്ക് നേരെ എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം. അങ്ങനെ ഈ ചാപ്റ്റർ തുടങ്ങാൻ നേരത്ത് ആ ഒരു ഫൈറ്റ് ആണ് കാണിക്കുന്നത്. ആ രണ്ട് അവതാർ പരസ്പരം അറ്റാക്ക് ചെയ്തിട്ട് അവരുടെ സോഴ്സ് ആയിട്ട് കംപ്ലീറ്റ്ലി ഡിസ്ട്രോയ് ആയി പോകുന്നുണ്ട്. ഞാൻ എത്ര തവണ നോക്കിയിട്ടും പക്ഷേ ഇത് മാത്രമാണല്ലോ അതിൻ്റെ എൻഡ് ആയിട്ട് വരുന്നത്. ഇത് ശരിക്കും സ്ട്രേഞ്ച് ആണ്. കൗണ്ടർ അറ്റാക്ക് ആ ഒരു സ്പിൻ കഴിയാൻ നേരത്ത് അതിൻ്റെ പീക്ക് പൊട്ടൻഷ്യലിലേക്ക് എത്തുന്നുണ്ട്. പക്ഷേ എങ്കിൽ കൂടിയും ആ ഡിമോണിക് ലോണിലെ ലാസ്റ്റ് ഫോമിനെ അത് ഡിസ്ട്രപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. ഞാനോ ആ ഒരു സ്റ്റോൺസ് എത്ര തവണയായിരുന്നു ഈ കൗണ്ടർ അറ്റാക്ക് യൂസ് ചെയ്തിട്ടുള്ളത്? അതിനകത്ത് അപ്രോക്സിമേറ്റ് 130 തവണ യൂസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അവസാനത്തെ അറ്റംപ്റ്റിൽ ആ ഒരു സ്റ്റോണിൻ്റെ കോർണർ 24th ഫോമിലാണ് കട്ട് ഓഫ് ചെയ്യപ്പെട്ടത്. ഒരു സാഫിയർ സ്റ്റോൺ കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എനർജിയും അറ്റാക്ക് പവറും മാത്രം പോരാ, അതിന് ഹൈ ആയിട്ടുള്ള കോൺസെൻട്രേഷനും ഫോക്കസും എല്ലാം തന്നെ വേണം. എങ്കിൽ മാത്രമേ അത് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ചിലപ്പോൾ അത് കൗണ്ടർ ചെയ്യാൻ പറ്റാത്ത ആ ഒരു ദേഷ്യത്തിലും ഫ്രസ്ട്രേഷനിലായിരിക്കും അത് കട്ട് ചെയ്ത് കളഞ്ഞു തന്നെ. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇതെന്തായാലും ഓർഡിനറി ആയുള്ള ഒരു ടെക്നിക്കേ അല്ല. അവൻ എന്തായാലും ആബ്സലൂട്ട് അതോറിറ്റിയുള്ള ആ ഒരു മനുഷ്യനുമായിട്ട് ഈ മാർക്സിലൂടെ മത്സരിച്ചു. പക്ഷേ അവസാനം വിജയം കാണാനും സാധിച്ചില്ല. അദ്ദേഹത്തിന്റെ ലൈഫ് തന്നെ അവിടെ ഡെഡിക്കേറ്റ് ചെയ്തിട്ട് പോലും. ഇതെന്തായാലും ശരിക്കും അമേസിംഗ് ആയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ഇവിടെ മറ്റൊരു ചാൻസ് ഉണ്ട്. ചിലപ്പോൾ ഇതൊന്നും എനിക്ക് പ്രോപ്പർലി നന്നായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടായിരിക്കും. എന്തൊക്കെ വന്നാലും ഞാൻ നന്നായിട്ട് തന്നെ ഇനി മാർഷൽ ആർട്സിനെ പറ്റി അണ്ടർസ്റ്റാൻഡ് ചെയ്യാനുണ്ട്. അങ്ങനെ പിന്നെ കാണിക്കുന്നത് അക്കാഡമിയുടെ ആ ഒരു കഫറ്റേരിയാണ്. അവിടെയായിട്ട് അവരെല്ലാവരും ഓരോന്നൊക്കെ കഴിഞ്ഞ് വയറു നിറച്ച് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെന്തായാലും നല്ലൊരു കാര്യം തന്നെയാണ്, എല്ലാവരുമായിട്ട് ഒരുമിച്ചിരുന്ന് കഴിക്കുന്നത്. ഈ ഒരു ഐഡിയ എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ കാണിക്കുന്നത് നമ്മുടെ വാങ്ങിനാണ്. അവൻ പറയും ചെയ്യും, മൈലോഡ് അറ്റ്ലീസ്റ്റ് നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് ഡിന്നർ കഴിച്ചാൽ പോരെ? അല്ല, അതെന്തിനാടാ? എല്ലാവർക്കും അവരുടേതായ പേഴ്സണൽ ട്രെയിനിങ് ഒക്കെ ഇല്ലേ? അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ പറഞ്ഞത്. അതെ മൈലോഡ് പേഴ്സണൽ ട്രെയിനിങ് കംപ്ലീറ്റ്ലി ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ ബാക്കിയുള്ള ഫോളോവേഴ്സിന് താങ്കളും അതേപോലെ ഇമ്പോർട്ടൻ്റ് ആകണ്ടേ? അവൻ പറഞ്ഞതും ശരി തന്നെയാണ്. എനിക്ക് ഒറ്റയ്ക്ക് സ്ട്രോങ്ങർ ആയി പോരല്ലോ, നമ്മളെല്ലാവരും ഒരുമിച്ച് തന്നെ സ്ട്രോങ്ങർ ആകണ്ടേ. അതിനുവേണ്ടി പിന്നെ കാണിക്കുന്നത് അക്കാഡമിയുടെ ആ ഒരു സപ്ലൈ റൂമാണ്. അല്ല, ക്യാപ്റ്റൻ റാങ്കുള്ള ആൾക്ക് എത്ര വേണമെങ്കിലും സപ്ലൈസ് യൂസ് ചെയ്യാം. പക്ഷേ നീ ഇതെല്ലാം കൊണ്ട് എന്നെ എടുക്കാനായിട്ട് പോകുവാണ്. ഇതോ മാർഷൽ ആർട്ട് മാനുവൽസിന് വേണ്ടിയാണ്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഇതൊന്നും പോരാതെ വരും. ഞാൻ എന്തായാലും തിരിച്ചു വരാം. ഇത് പോരുന്നു? അറ്റ്ലീസ്റ്റ് 60ഓളം വോളിയൂംസ് അതിനകത്ത് മാത്രം അവൻ എഴുതാൻ സാധിക്കും. എന്നിട്ട് അതും പോരെ, ഇവനെല്ലാം മെമ്മറൈസ് ചെയ്തോ? അങ്ങനെ ഏകദേശം 2 ആഴ്ച കഴിഞ്ഞു. അല്ലടാ, നമ്മുടെ ലോഡിൽ നിന്ന് എന്തോ ഇമ്പോർട്ടൻ്റ് ഉള്ള അനൗൺസ്മെൻറ്റ് നടത്തുന്നില്ല പറഞ്ഞത്, നിനക്കറിയാവോ? എനിക്കറിഞ്ഞൂടാ. പക്ഷെ എന്തായാലും ഇപ്പോൾ അദ്ദേഹം ഇവിടെ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇവിടെ തന്നെ നിൽക്കാം. ശരിയാണ്, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഞങ്ങളോട് കംപ്ലീറ്റ്ലി സ്ട്രേഞ്ച് ആയിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്. അല്ല, ഇതെന്താണ് താങ്കളുടെ മുഖത്ത് മുഴുവൻ കുറേയധികം മഷിയാണല്ലോ? അത് കുഴപ്പമൊന്നുമില്ല, അത് ഞാൻ കുറച്ച് എഴുതുന്നതുകൊണ്ടാണെന്ന് പറഞ്ഞിട്ട് അവനട്ടെ മുഖം തിരിച്ച് അവിടേക്ക് പോകുകയും ചെയ്യും. പക്ഷേ എന്തായിരിക്കും അത്? പെട്ടെന്നാണ് ഹിയോബൊങ്ങൊക്കെ ഞെട്ടിയത്. അല്ല മൈലോഡ്, ഇത് താങ്കളുടെ കയ്യിലിത് എന്താണ്? എല്ലാവരും ഇവിടെ എത്തിയോ? അതെ, ഇന്ന് ഞാൻ നിങ്ങളെല്ലാവരെയും ഇവിടേക്ക് വിളിച്ചത് നമ്മുടെ ഫ്യൂച്ചറിനെ പറ്റി ഡിസ്കസ് ചെയ്യാനായിട്ടാണ്. ഞാൻ നാളെ മുതൽ ഐസൊലേഷൻ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുവാണ്. എന്ത്? അത് കേട്ടപ്പോൾ എല്ലാവരും ഞെട്ടിത്തെറിച്ചു പോയിരുന്നു. ഇത് പെട്ടെന്നായിരുന്നല്ലോ. അല്ല, അതെന്തിനാണ് ട്രെയിനിങ്? ആ സമയത്ത് നമ്മുടെ വാങ് ചോദിക്കുകയും ചെയ്യും, മൈലോഡ് താങ്കൾ എത്ര നാളത്തേക്ക് വേണ്ടിയായിരിക്കും ഈ ട്രെയിനിങ് ചെയ്യാൻ പോകുന്നത്? സത്യം പറയുകയാണെങ്കിൽ ഞാനിതുവരെ ഡിസൈഡ് ചെയ്തിട്ടില്ല. ചിലപ്പോൾ 1 വർഷമായിരിക്കും, 2 ആയിരിക്കും, മേ ബി ഞാൻ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ചെയ്യുന്നവരെ ആയിരിക്കും. അദ്ദേഹം എന്തായാലും ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെയാണല്ലേ, എങ്കിൽ താങ്കൾ ആഗ്രഹിക്കുന്ന കാര്യം അച്ചീവ് ചെയ്യാൻ പറ്റരുതെന്ന് ഞാനിപ്പോൾ ആശംസിക്കുന്നു. അതേ മൈലോഡ്, ഞങ്ങളും താങ്കളെ ആശംസിക്കുന്നു പറഞ്ഞിട്ട് അവരെല്ലാവരും അവനെ ഗ്രീറ്റ് ചെയ്യുന്നുണ്ട്. ഇയോൺ മാത്രമല്ല, 4th എക്സാമിനേഷൻ കഴിഞ്ഞാൽ എല്ലാവരും തന്നെ ഐസൊലേഷൻ ട്രെയിനിങ് ചെയ്യണം. എങ്കിൽ മാത്രമേ അടുത്ത സ്റ്റേജിലേക്ക് എല്ലാവർക്കും പ്രോഗ്രസ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. പക്ഷേ ഞാൻ പോകുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളോട് 2 ഓർഡേഴ്സ് പറയാനായിട്ടുണ്ട്. ഒന്നാമത്തെ ഓർഡർ എന്ന് പറയുന്നത്, ഞാൻ ഈ ട്രെയിനിങ് കഴിഞ്ഞ് പുറത്തിറങ്ങുന്നതിന് മുമ്പ് നിങ്ങളെല്ലാവരും തന്നെ 4th എക്സാമിനേഷൻ പാസ്സായിരിക്കണം. ഞങ്ങൾ എല്ലാവരുമോ? അത് ശരിക്കും ഞെട്ടിക്കുന്നൊരു കാര്യമായിരുന്നു. പക്ഷേ എങ്കിൽ കൂടി അവൻ്റെ സോഴ്സായിട്ട് കംപ്ലീറ്റ്ലി നല്ല ഒച്ചയിൽ തന്നെ പറയും ചെയ്യും, യെസ് മൈ ലോഡ്. എടി, ഇത്രയധികം ഒച്ചാക്കേണ്ട കാര്യമുണ്ടോ? ശരിയാണ്, നമ്മൾ 6 സോഴ്സ് എന്തായാലും നാച്ചുറലി കോൺഫിഡൻ്റ് ആയിരിക്കണം. എങ്കിലും പക്ഷേ ബാക്കിയുള്ളവർ അവരത്ര ഹാപ്പി അല്ല. ഓർഡിനറി മാർഷൽ ആർട്ട് ഫാമിലി എന്നുള്ളവർ എല്ലാവരും കംപ്ലീറ്റ്ലി ഡിസപ്പോയിൻറ്റഡ് ആണ്. അവരെങ്ങനെയായിരിക്കും ഈ ഒരു ഗോളിലേക്ക് എത്താൻ പോകുന്നത്? അത് ശരിക്കും ഒരു ചാലഞ്ച് തന്നെയാണ്. ഇനി എൻ്റെ രണ്ടാമത്തെ ഓർഡർ എന്ന് പറയുന്നത്, ഞാനിപ്പോൾ തരാൻ പോകുന്ന ഈ മാനുവൽസ് നിങ്ങൾ കംപ്ലീറ്റ്ലി പഠിച്ചിരിക്കണം. എന്ത് മാനുവൽസോ?
അപ്പോൾ അതുകൊണ്ടായിരുന്നു അദ്ദേഹം കംപ്ലീറ്റ്ലി ഇങ്കിൽ കവറായിട്ടുള്ളത്. ശരിക്കും പാടായിരിക്കും ഇതെല്ലാം എഴുതി തീർക്കാനായിട്ട്. അദ്ദേഹം ഹെൽപ്പ് ചോദിച്ചാൽ പോരായിരുന്നോ? എനിക്കിത് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. ഞങ്ങളോട് 4th ഫ്ലോറിലെ ആ ഒരു നോളജ് അല്ലേ ഇപ്പോൾ ഷെയർ ചെയ്യാന്ന് പറയുന്നത്. അത് മാത്രമല്ല അവിടെ ഉണ്ടായിരുന്ന എല്ലാ മാനുവൽസും അസിസ്റ്റന്റ് മാസ്റ്റർ ലെവലുള്ളതാണ്. അതെന്തായാലും ബാക്കിയുള്ളവരെ എല്ലാവരെയും സഹായിക്കുന്നതായിരിക്കും. ഞാൻ പേര് വിളിക്കാൻ നേരത്ത് മുന്നിലേക്ക് വരിക. ഫസ്റ്റ് ഹിയോബോങ് യെസ് മൈ ലോഡ് എന്ന് പറഞ്ഞിട്ട് അവൻ മുന്നിലേക്ക് ചെല്ലിയ അവന് 3 മാനുവൽസ് കിട്ടുകയും ചെയ്യും. ഇത് പെട്ടെന്നാണ് അവൻ ഞെട്ടിത്തരിച്ചു പോയത്. കാര്യം അവിടെ ഉണ്ടായിരുന്നത് ഇല്യൂഷൻ സോട്ട് ടെക്നിക്ക്, ഫോളിംഗ് സോട്ട് ടെക്നിക്ക് ആൻഡ് അയൺ കട്ടിംഗ് കിക്കായിരുന്നു. ഇതെല്ലാം തന്നെ ഹയർ റാങ്ക് സെറ്റിലുള്ള ടെക്നിക്കായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ ശരിക്കും ഞെട്ടുകയും ചെയ്തു. അടുത്ത സെക്കൻഡ് തന്നെ അവൻ പറയുകയും ചെയ്യും, മൈ ലോഡ് താങ്കളുടെ ജനറോസിറ്റിക്ക് റിയലി താങ്ക്സ്. ഞാൻ ഉറപ്പായിട്ടും ഇതിന് റീപേ ചെയ്തിരിക്കും. താങ്കൾക്ക് വേണ്ടി ഞാനിത് പഠിച്ച് കംപ്ലീറ്റ്ലി സ്ട്രോങ്ങർ ആകുന്നതായിരിക്കും. ഞാൻ ഉറപ്പായിട്ടും താങ്കളെ ഡിസപ്പോയിന്റ് ചെയ്യിക്കുന്നതല്ല. ഇത് യാഥാർത്ഥ്യം തന്നെയാണോ? മൈലോഡ് ഞങ്ങളെപ്പറ്റി എല്ലാവരെയും പറ്റി ചിന്തിച്ചിട്ടുണ്ട്, സ്മോളർ സെറ്റിൽ നിന്നുള്ള എല്ലാവരെയും പറ്റി. പക്ഷേ ആ ഒരു പോയിന്റിൽ അവൻ്റെ ഫോളോവേഴ്സിന് ആർക്കും തന്നെ അറിഞ്ഞൂടായിരുന്നു ആ മാനുവൽസ് എല്ലാം ഡിഫറൻ്റ് ആയ മാർഷൽ ആർട്ട് ടെക്നിക്കായിരുന്നെന്ന്. ഹിയോബോങ്ങിനും ഗ്യുങ്കിനും മാച്ചിലിനും ഡോങ്ചിയോണിനും എല്ലാവർക്കും പല പല ഡിഫറൻ്റ് ആയ മാനുവൽസ് ആണ് കിട്ടിയത് തന്നെ. ആൻഡ് അതെല്ലാം തന്നെ മാസ്റ്റർ ലെവലിലുള്ള ടെക്നിക്കായിരുന്നു. അവർ കംപ്ലീറ്റ്ലി കൺഫ്യൂസ്ഡ് ആയിരുന്നു. ഈ സമയത്ത് സാങ് പറയുകയും ചെയ്യും, ഞാൻ കേട്ടിട്ടുണ്ട് ഞങ്ങളോട് സത്യം പറഞ്ഞാൽ മാനുവൽ ലൈബ്രറി ഒരു ന്യൂസൻസ് ആണെന്ന്. പക്ഷേ അദ്ദേഹം അവിടെ കളിക്കുകയല്ലായിരുന്നു, അദ്ദേഹം എല്ലാം തന്നെ പഠിക്കുമായിരുന്നല്ലേ. ആ ടൈമിലാണ് വാങ് ചോദിക്കുന്നത്, അല്ല മൈലോഡ് ഇതെല്ലാം അപ്പോൾ താങ്കൾ എല്ലാം മെമ്മറൈസ് ചെയ്തതാണോ? അങ്ങനെ ചോദിച്ചാൽ അങ്ങനെ പറയാം മൈലോഡ്. ഇത് കംപ്ലീറ്റ്ലി അമേസിംഗ് ആയിട്ടുണ്ട്. എനിക്കെന്ത് പറയണമെന്ന് പോലും അറിയാൻ മേല. ലൈബ്രറിയിൽ ഒരു ടൈം ലിമിറ്റ് വെച്ചിരിക്കുന്നത് തന്നെ എല്ലാവരും പഠിക്കാതിരിക്കാൻ വേണ്ടിയാണ്. പക്ഷേ ഞങ്ങളോട് ഈ മാർഷൽ ടെക്നിക്ക് എല്ലാം പഠിക്കുകയും അത് മാത്രമല്ല ഈ 6 സെറ്റ്സിലുള്ള എല്ലാ മാർഷൽ ആർട്സ് ഞങ്ങൾക്ക് തരികയും ചെയ്തിരിക്കുന്നു. ഞങ്ങളതെല്ലാം പഠിച്ചു കഴിഞ്ഞാൽ ആ സെറ്റ്സിൻ്റെ കാര്യങ്ങൾ ഞങ്ങൾക്ക് കംപ്ലീറ്റ്ലി അനലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. ഞാൻ വിചാരിച്ചിരുന്ന പോലെയല്ല, ഞങ്ങളോട് ശരിക്കും മറ്റൊരു തലത്തിൽ തന്നെയാണ്. എടാ നമ്മുടെ ലോഡ് ശരിക്കും അമേസിംഗ് ആണല്ലോ, ഒന്ന് ആലോചിച്ച് അത് കംപ്ലീറ്റ്ലി മാസ്റ്റർ ചെയ്തിരിക്കുന്നു. അങ്ങനെ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ അതെല്ലാം എല്ലാവർക്കും കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അത് കഴിയുമ്പോൾ അവർ പറയുകയും ചെയ്യും, താങ്ക് യു മൈ ലോഡ്, ഇതെന്തായാലും ഞങ്ങൾ കംപ്ലീറ്റ്ലി മാസ്റ്റർ ചെയ്യുന്നതായിരിക്കും. ഞങ്ങൾ ഒരിക്കലും താങ്കളെ ഡിസപ്പോയിന്റ് ചെയ്യിക്കുന്നതല്ല. ഗീവും ബാക്കിയുള്ളവരെല്ലാവരും കംപ്ലീറ്റ്ലി ഹാപ്പി ആയിരുന്നു. പക്ഷേ ആ ടൈമിലാണ് ബേഗ് ജി അവന്റെ വിസ്പർ ടെക്നിക്കിലൂടെ അവനോട് ചോദിക്കുന്നത്, മൈ ലോഡ് എങ്കിലും ഇവിടെ ചെറിയൊരു പ്രോബ്ലം ഇല്ലേ? എല്ലാവർക്കും അവരുടേതായ രീതിയിലുള്ള ബ്രീത്തിങ് ടെക്നിക്സ് ഉണ്ടല്ലോ, പക്ഷേ സ്മോളർ സിറ്റി എന്നുള്ളവർക്ക് അതൊരു വലിയ പ്രശ്നമായി മാറത്തില്ലേ? പെട്ടെന്നാണ് ഹിയോബോങ് ഞെട്ടിയത്, അല്ല മൈ ലോഡ് ഇതൊരു ബ്രീത്തിങ് ടെക്നിക്ക് അല്ലേ? എന്ത് യൂണിവേഴ്സൽ ഒറിജിൻ ആർട്ടോ? അല്ല എൻ്റെ കയ്യിലും ഉണ്ടല്ലോ. ഞാൻ ഇപ്പോൾ വെറുതെ ആണല്ലേ സംശയിച്ചത്. അല്ല ഞങ്ങളുടെ കയ്യിലും ഉണ്ടല്ലോ യൂണിവേഴ്സൽ ഒറിജിൻ ആർട്ട്, ഞാൻ ഇതിനെപ്പറ്റി കേട്ടിട്ടുമില്ല. ഈ ടൈമിൽ ഗ്യൂ പറയുകയും ചെയ്യും, അല്ല ഇതുപോലത്തെ ഒരു ബ്രീത്തിങ് ടെക്നിക്ക് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ? ഇത് കംപ്ലീറ്റ്ലി എനർജിനെ പ്യുവറായുള്ള പ്രഷർ പോയിന്റിലൂടെ മാത്രമല്ല പുഷ് ചെയ്യുന്നത്. ഉള്ള കാര്യം പറയാലോ, എനിക്കിത് അഡ്മിറ്റ് ചെയ്യാൻ പോലും പറ്റുന്നില്ല. പക്ഷേ ഡിമോണിക് ഡ്രാഗൺ പ്ലാം സെല്ലിലെ ബ്രീത്തിങ് ടെക്നിക്കിനായിട്ടും ഇത് സുപ്പീരിയർ ആണ്. അല്ല മൈലോഡ് താങ്കൾ ഇത് എവിടെ നിന്നാണ്? പെട്ടെന്നാണ് അവൾ നിർത്തിക്കഴിഞ്ഞത്. കാര്യം ഇയോന്റെ മുഖം അതുപോലെയായിരുന്നു. എന്നോട് ക്ഷമിക്കണം, ഞാൻ ആവശ്യമില്ലാത്ത പലതും ചോദിച്ചെന്ന് എനിക്കറിയാം. ഇത് യൂണിവേഴ്സൽ ഒറിജിൻ ടെക്നിക്കാണ്. ഇത് 4th ഫ്ലോറിലെ ഒരു ഹിഡൻ സ്ഥലത്ത് നിന്ന് എനിക്ക് കിട്ടിയതാണ്. അറ്റ്ലീസ്റ്റ് അങ്ങനെയെങ്കിലും പറയാമല്ലോ. പിന്നെ കാണിക്കുന്നത് 2 ദിവസം മുമ്പുള്ള കാഴ്ചയാണ്. ഞാൻ ഇന്നലെ മാനുവൽസ് ഒക്കെ കംപ്ലീറ്റ്ലി കോപ്പി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബ്രീത്തിങ് ടെക്നിക്ക് അത് മാത്രമാണ് നോക്കേണ്ടത്. അല്ല ഞാനോ നിനക്ക് ബ്രീത്തിങ് ടെക്നിക്കിന്റെ അനാലിസിസിലൂടെ എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിക്കാൻ സാധിച്ചോ? അനാലിസിസ് ഇപ്പോഴും റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഞാൻ ഓരോ കാറ്റഗറി കണ്ടിട്ടുണ്ട്, അതായത് ഏത് അബ്ഡോമിനാണ് ഏറ്റവും ബെസ്റ്റായിട്ട് ഈ ബ്രീത്തിങ് ടെക്നിക്ക് എന്ന്. അങ്ങനെയാണോ? എങ്കിൽ അത് കാണിച്ച്. ആദ്യം കാണിക്കുന്നത് ഡിമോണിക് ലോഡ് സോർട്ട് സെറ്റിലെ ആ ഒരു ബ്രീത്തിങ് ടെക്നിക്കാണ്. ഇത് വേണ്ട. രണ്ടാമത് ഡാൻസിങ് ബട്ടർഫ്ലൈ ടെക്നിക്കിന്റെ ആ ഒരു ബ്രീത്തിങ് ടെക്നിക്കാണ്. ഇതും വേണ്ട. ഇതെങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ സാർസിയോപ്പം എന്നെ ഉറപ്പായിട്ടും കൊല്ലും. മൂന്നാമത് സാമ്പിൾ 37. സാമ്പിൾ 37ഓ? അല്ല ഇതെന്താണ്? ഇത് ബാക്കിയുള്ള മാനുവൽസ് നോക്കിക്കൊണ്ട് ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ബ്രീത്തിങ് ടെക്നിക്കാണ്. ഇതിനെ ഒറിജിൻ ഓഫ് ഇന്റേണൽ പവേഴ്സ് എന്നാണ് ഞാൻ പേരിട്ടിരിക്കുന്നത്. നീ ബ്രീത്തിങ് ടെക്നിക്ക് കണ്ടുപിടിച്ചെന്നോ? അതെ, ഇത് കംപ്ലീറ്റ്ലി ആ ഒരു അനാലിസിസിന് ശേഷം കണ്ടുപിടിച്ചതാണ്. അല്ല എപ്പോ? 40 മണിക്കൂർ മുമ്പ്. താങ്കൾ അത് കംപ്ലീറ്റ്ലി അനാലിസ് ചെയ്ത് കഴിഞ്ഞപ്പോ. അപ്പോൾ 2 ദിവസത്തിന് മുമ്പ്. അല്ല അപ്പോൾ ഡിമോണിക് ലോഡിന്റെ ആ ഒരു ബ്രീത്തിങ് ടെക്നിക്ക് നീ കംപ്ലീറ്റ് അനലൈസ് ചെയ്തോ? ഇല്ല, അത് കംപ്ലീറ്റ്ലി അനലൈസ് ചെയ്ത് കഴിഞ്ഞിട്ടില്ല. അതിൽ ബോത്ത് എനർജി ആൻഡ് ഫിസിക്കൽ മൂവ്മെന്റ് ആവശ്യമുള്ളതുകൊണ്ട് തന്നെ ഇനിയും കുറച്ചുകൂടെ അനലൈസ് കഴിയാനുണ്ട്. ആണോ? എങ്കിൽ നിന്റെ ടെക്നിക്ക് നോക്കാതെ പറഞ്ഞിട്ട് പിന്നെ അവനത് ചെയ്ത് നോക്കുന്നുണ്ട്. ഇത് ശരിക്കും അവിശ്വസനീയമാണ്. ഞാൻ ജസ്റ്റ് ഒരു ഷോർട്ട് എമൗണ്ടിന് വേണ്ടി മാത്രമാണ് ചെയ്തത്. പക്ഷേ എങ്കിൽ കൂടി ഇത് ഡാൻസിങ് ബട്ടർഫ്ലൈ ടെക്നിക്കിന്റെ സെയിം ആളുടെ എഫക്റ്റ് തന്നെയാണ് എനിക്ക് തരുന്നത്. ഇതെന്തായാലും പെർഫെക്റ്റ് ആയിരിക്കും അവർക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട്. അല്ല ഇതിനെന്താണ് വിളിച്ചത്? യൂണിവേഴ്സൽ ഒറിജിൻ ആർ. അപ്പൊ 4th ഫ്ലോറിൽ കുറെ ഹിഡനുള്ള ട്രഷേഴ്സ് ഉണ്ടല്ലേ? ആ ടൈമിൽ വാങ് പറയുകയും ചെയ്യും, എനിക്ക് തോന്നുന്നു ഇത് പണ്ടത്തെ വലിയ സെറ്റിന്റെ ആയിരിക്കും എന്നാണ്. അതിപ്പോ എക്സിറ്റ് ചെയ്യാത്തോണ്ടായിരിക്കും നമ്മൾ കാണാഞ്ഞത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ട്. ആ ഒരു ഐസൊലേഷൻ സെന്ററിന്റെ തൊട്ട് ഫാദിക്ക് അവരെല്ലാവരും തന്നെ നിപ്പുണ്ടായിരുന്നു. ഞാൻ എന്തായാലും ട്രെയിനിങ് ചെയ്തെടുത്ത് നിങ്ങൾ 6 ഷോട്ട്സും ബാക്കിയുള്ളവരെല്ലാവരും സഹായിക്കുമെന്ന് വിശ്വസിക്കുന്നു.
മൈലോഡ് താങ്കൾ അതിനെപ്പറ്റി ആലോചിക്കുക വേണ്ട, അതിൻ്റെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. ടീച്ചിങ് ഒരു തരത്തിലുള്ള ട്രെയിനിങ് തന്നെയല്ലേ, അത് ഞങ്ങൾ ചെയ്തോളാം. ആ ഓക്കെ, എന്തായാലും ബെസ്റ്റ് ഓഫ് ലക്ക്, ഞാനിതാ പോകുന്നു. മൈലോഡ് താങ്കൾ എന്തായാലും വിജയിച്ച് തിരിച്ചു വാ. പിന്നെ കാണിക്കുന്നത് അവൻ ആ റൂമിൽ കയറുന്നതാണ്. സോ ഇതാണല്ലേ ഐസൊലേഷൻ റൂം. ഇത് അഡമനേഷൻ റൂം വെച്ച് കുറച്ചുകൂടെ വലുതാണ്. അവിടെ ഇടയ്ക്കൊരധികം ഗ്രെയിൻസ് ഉണ്ടായിരുന്നു. അവരെന്തായാലും ഇത് ഫുള്ള് തന്നിട്ടുണ്ട്. ഏകദേശം 2-3 വർഷം നിൽക്കുമായിരിക്കും. ഇനി എന്തായാലും ഞാൻ ട്രാൻസ്ജെൻഡർ മാസ്റ്റർ ലെവലിലേക്ക് എത്തണം. പക്ഷേ എങ്ങനെ എത്തുമെന്ന് ഒരു പിടുത്തവും ഇല്ല. ഞാനോ ആദ്യം തന്നെ എല്ലാ അസെൻഡന്റ് മാസ്റ്റർ ലെവലിലുള്ള മാർഷൽ ആർട്സും എന്റെ ബ്രെയിനിലേക്ക് അയച്ചോളൂ. അതാട്ടെ അയക്കുകയും ചെയ്യും. 245 ഉണ്ടായിരുന്നു. ഇത് ഹയർ സെറ്റിൽ നിന്നുള്ള മാർഷൽ ആർട്ട് ടെക്നിക്ക് ആയിരിക്കും. പക്ഷേ ഡാൻസിങ് ബട്ടർഫ്ലൈ ടെക്നിക്കും ഡിമോണിക് ലോഡ് സോഡ് ആർട്ടും പിന്നെ കൗണ്ടർ ടെക്നിക്ക് വെച്ച് നോക്കാണത് ഇതൊന്നും കമ്പയർ പോലും ചെയ്യാൻ സാധിക്കത്തില്ല. ഒരു കാര്യം ചെയ്യാം, ട്രെയിനിങ് എന്തായാലും 3 ആയിട്ട് തിരിക്കാം. രാവിലെ എന്തായാലും കോഡിഫൈങ് ഉള്ള ഫൈറ്റിംഗ് ഫോംസ് ചെയ്യാം. ഉച്ച കഴിയാൻ നേരത്ത് അവതാസമുള്ള ഫൈറ്റ് ആൻഡ് രാത്രി ബ്രീത്തിങ് ടെക്നിക്സിനും ഇന്നൽ പവേഴ്സിനും പ്രാധാന്യം കൊടുക്കാം. ഇപ്പം എന്തായാലും സമയമൊക്കെ കുറച്ച് കടന്നിട്ടുണ്ട്. എന്തായാലും കാര്യം ചെയ്യാം, അവതാരമായിട്ട് ഫൈറ്റ് ചെയ്യാം. അല്ല, ആരായിട്ട് വേണം? ഞാനോ അജുബിനിട്ട് റിയാലിറ്റി മോഡ് ഓൺ ആക്കിയോ. അവതാറായിട്ട് യു ചാനെ സെറ്റ് ആക്കിയാൽ മതി. അണ്ടർസ്റ്റാൻഡ് എന്ന് പറഞ്ഞിട്ട് യു ചാനെ അവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. തൽക്കാലം യു ചാൻ്റെ ഒരു കോപ്പി ആയിട്ട് ഇപ്പൊ ഫൈറ്റ് ചെയ്യാം. പതുക്കെ ഡിഫിക്കൽറ്റി കൂട്ടി എനിമീസിന്റെ എണ്ണോ എല്ലാം കൂട്ടാം. എന്റെ അവസാനത്തെ ഗോൾ എന്ന് പറഞ്ഞ് സാർ സിയോ പങ്ങിന്റെ അവതാറായിട്ട് ഫൈറ്റ് ചെയ്യുന്നതായിരിക്കണം. എന്തായാലും അദ്ദേഹം കാണിച്ച ആ ഒരു ലെവൽ സ്കില്ല് ഞാൻ സർപാസ് ചെയ്യണം. അപ്പൊ എങ്ങനെ തുടങ്ങാന്ന് പറഞ്ഞിട്ട് അവനിട്ടെ തുടങ്ങുന്നുണ്ട്. എന്നാൽ ആ ഒരു സമയത്ത് ആർക്കും തന്നെ അറിഞ്ഞൂടായിരുന്നു ഇയോന്റെ ഈ ഒരു ഐസൊലേഷൻ ട്രെയിനിങ് ഇത്ര നാള് നീണ്ടുപോകുന്നു. ഇയോന് പോലും. ഇയോനായിട്ട് ഐസൊലേഷൻ ട്രെയിനിങ് തുടങ്ങിയതിന് ഒരാഴ്ചയ്ക്ക് ശേഷം നമ്മുടെ മുയോൺ ചിയോണ, അതായത് ഷാഡോ സെറ്റിലെ യങ് മാസ്റ്ററും ഒരു പ്രൊഫസറിനെ ഡിഫീറ്റ് ചെയ്തുകൊണ്ട് 4th എക്സാമിനേഷൻ പാസ്സായി. അതായിരുന്നു രണ്ടാമത്തെ ക്വിക്കസ്റ്റ് ആയിട്ടുള്ള റെക്കോർഡ്. അത് കഴിഞ്ഞ് 10 ദിവസം കഴിഞ്ഞപ്പോൾ ഡിമോണിക് ഡ്രാഗൺ പ്ലാംസെല്ലിലെ ഗിയു ഒരു പ്രൊഫസറിനെ ഡിഫീറ്റ് ചെയ്തുകൊണ്ട് 4th എക്സാമിനേഷൻ പാസ്സായി. സത്യം പറഞ്ഞാൽ ആരും തന്നെ ഗിയുവിനെ ഇത്രയധികം സന്തോഷത്തോടെ കണ്ടിട്ടില്ല. കാര്യം അവൾക്ക് സ്വന്തമായി ഒരു റൂം കിട്ടിയിട്ടുണ്ട്. 4ാമത് പാസ്സായിട്ടുള്ള ഗിയോൺ ചിയോൺ ആയിരുന്നു, സോർട്ട് സെറ്റിൽ നിന്നുള്ള. അവനായിരുന്നു ആദ്യം ഇതെല്ലാം പാസ്സാകാനുള്ള ആഗ്രഹം. പക്ഷേ അവന്റെ ട്രെയിനിങ് ടൈം കുറച്ചുകൂടെ കൂടിപ്പോയി. ഇയോൺ ഐസൊലേഷൻ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുന്ന 2 മാസം കഴിഞ്ഞപ്പോൾ ബോത്ത് മുയോൺ ചിയോണും ഗിയോൺ ചിയോണും അവരുടെ ഐസൊലേഷൻ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഗിയു തൽക്കാലം ഐസൊലേഷൻ ട്രെയിനിങ് നിന്നില്ല. കാര്യം ബാക്കിയുള്ളവരെ കൂടെ നോക്കണമായിരുന്നു. ലെസർസില്ല പലരും അവരുടെ കൂട്ടത്തിലുള്ള കാരണം തന്നെ. ആ സമയത്താണ് ബേഗ്ജി ഇവന്റെ ഫസ്റ്റ് സോഡ് 4th എക്സാമിനേഷൻ പാസ്സാകുന്നത്. പക്ഷേ അവൻ അത്ര ഹാപ്പി അല്ലായിരുന്നു. കാര്യം അവന്റെ താഴത്തുള്ള ഗിയു അതിനു മുമ്പ് തന്നെ അത് പാസ്സായത് കൊണ്ട് തന്നെ. ഏകദേശം 4 മാസം കടന്നിരിക്കുന്നു ഇയോൺ ഐസൊലേഷൻ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പോഴേക്കും സ്റ്റെൽത്ത് സെറ്റിലെ യങ് മാസ്റ്ററുള്ള മുഖിയും ചിയനും 4th എക്സാമിനേഷൻ പാസ്സായി. അതിനുശേഷം തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഐസൊലേഷൻ ട്രെയിനിങ്ങും സ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷം ഇയോന്റെ മറ്റ് 2 സോഴ്സുള്ള വാങ് ചിലുക്കോയും സോജിയോങ് വും അവരുടെ ആ ഒരു എക്സാമിനേഷൻ പാസ്സായി. പിന്നെ 5 സ്റ്റുഡൻസ് എക്സാമിനേഷന് വേണ്ടി പോയെങ്കിലും അവർ 5 പേരും പരാജയപ്പെട്ടു. അതുകൊണ്ട് തന്നെ എല്ലാ സ്റ്റുഡൻസിനും പിന്നെ പ്രോസസ്സായിട്ട് ഫൈറ്റ് ചെയ്യാനായിട്ട് കുറച്ച് പേടിയുണ്ടായിരുന്നു. 5 മാസങ്ങൾക്ക് ശേഷം ഷാങ് വാഹോയും തേക്കും അവരുടേതായ രീതിയിൽ ആ ഒരു 4th എക്സാമിനേഷൻ പാസ്സായിട്ടുണ്ട്. 6ാമത്തെ മാസത്തിൽ ഉമിൻജയും ഒജോങ്ങും യൂഹാനും അവരെല്ലാവരും ലെസർ സൈഡിലുള്ള പലരും തന്നെ അവരുടെ അസെൻഡന്റ് മാസ്റ്റർ സ്റ്റേജിന്റെ ഏർലി സ്റ്റേജിലേക്ക് കടന്നു. 10ാമത്തെ മാസം ഉമിൻജയും യൂഹാനും 4th എക്സാമിനേഷൻ പാസ്സായി. ആ ഒരു സമയത്ത് തന്നെ 15ഓളം കുട്ടികൾ അവിടെ എലിമിനേറ്റ് ചെയ്യപ്പെട്ടിരുന്നു. അങ്ങനെ 1 വർഷം കഴിഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് ഇയോന്റെ ഫോളോവേഴ്സ് എല്ലാവരും തന്നെ അടുത്ത 6 സോഡ്സിന് വേണ്ടിയുള്ള കോമ്പറ്റീഷൻ നടത്തി. റിസൾട്ട് ശരിക്കും ഞെട്ടിക്കുന്നതായിരുന്നു. ഗിയോമിനാണ് ഫസ്റ്റ് സോഡായിട്ട് വന്നത്. ബേഗ്ജി 2nd സോഡ്, വാങ് 3rd സോഡ്, സോജിയോങ് 4th സോഡ്, ഷാങ് വാ 5th സോഡ് ആൻഡ് ടേക്ക് ഗിയോം 6th സോഡായിട്ടും വന്നു. പുതിയ സോഡ്സിനെ തിരഞ്ഞെടുക്കുന്ന സമയം എത്തിയപ്പോൾ ഏകദേശം 30% ആൾക്കാരും എല്ലാവരും തന്നെ ഏർലി അസെൻഡന്റ് മാസ്റ്ററിലേക്ക് എത്തിയിരുന്നു. ഗ്യൂമിനും ബേഗ്ജി വാങ് ചിൽക്കോയും അവരെല്ലാവരും തന്നെ ഐസൊലേഷൻ ട്രെയിനിങ്ങിൽ സ്റ്റാർട്ട് ചെയ്തു. ഇയോൺ ഐസൊലേഷൻ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം 2 വർഷം കഴിഞ്ഞിട്ടുണ്ട്. ഈ സമയത്ത് തന്നെ മെജോറിറ്റിയുള്ള എല്ലാ അക്കാഡമിക് സ്റ്റുഡൻസും ആ ഒരു 4th എക്സാമിനേഷൻ ചെയ്തു. 120 സ്റ്റുഡൻസ് 71 പേര് മാത്രമാണ് പാസ്സായുള്ളൂ. ബാക്കി എല്ലാവരും എക്സ്പെൽ ചെയ്തു. അതിൽ തന്നെ 34 ഇയോന്റെ ഫോളോവേഴ്സിൽ 19 പേരും എക്സ്പെൽ ചെയ്യപ്പെട്ടു. ഹിയോബോങ് അവനായിരുന്നു മറ്റാരെക്കാട്ടും നന്നായിട്ട് ട്രെയിൻ ചെയ്തത്. അവനായിട്ട് അസെൻഡന്റ് മാസ്റ്റർ ട്രെയിനിന്റെ ട്രൂ സ്റ്റേജിലേക്ക് എത്തുകയും ചെയ്തു. ആ സമയത്ത് 80% കുട്ടികളും 4th എക്സാമിനേഷൻ പാസ്സായതിനു ശേഷം ഐസൊലേഷൻ ട്രെയിനിലേക്ക് പോയിരുന്നു. അങ്ങനെ ആ വർഷം അതുകൊണ്ട് തന്നെ ആ ഒരു 6th സോഡ്സിന് വേണ്ടിയുള്ള കോമ്പറ്റീഷൻ സ്കിപ്പ് ചെയ്തു. അതുകൊണ്ട് തന്നെ അക്കാഡമി കംപ്ലീറ്റ്ലി കുറച്ചുകൂടെ ക്വയറ്ററായി മാറിയിരുന്നു. ഇയോണെ മാറ്റി നിർത്തിയുള്ള ബാക്കി 70 പേരും ഐസൊലേഷൻ ട്രെയിനിങ് കഴിഞ്ഞ് പുറത്തിറങ്ങിയിരുന്നു. എന്നാൽ അതിൽ തന്നെ 40% ആൾക്കാരാണ് ആ ഒരു ട്രാൻസ്ജെൻഡർ മാസ്റ്റർ ലെവലിലേക്ക് എത്തിയത്. അങ്ങനെ ഏകദേശം 2 വർഷവും 4 മാസത്തിന് ശേഷം ഷാഡോ സെറ്റിൽ നിന്നുള്ള മുയോൺ ചിയോണട്ടെ അവന്റെ ഐസൊലേഷൻ ട്രെയിനിങ് ക്ലിയർ ചെയ്തിട്ട് പുറത്തേക്ക് വന്നു. നേരെ പോയത് 5th എക്സാമിനേഷൻ പാസ്സാകാനായിട്ടായിരുന്നു. അവനത് പാസ്സാകുകയും ചെയ്തു. ഏകദേശം 2 വർഷവും 8 മാസത്തിന് ശേഷം ഗിയോൺ ചിയോൺ നമ്മുടെ സോർട്ട് സെറ്റിൽ നിന്നുള്ള, അതേപോലെ ചാക്സമ്മ വാരിയർ ഡാൻസ് സെറ്റിൽ നിന്നുള്ള, പിന്നെ ഗിയോമൺ വാങ് ചിയോൽക്കോ
അതേപോലെ തന്നെ നമ്മുടെ ബേഗ്ജി ഇവരെല്ലാവരും തന്നെ 5th എക്സാമിനേഷൻ പാസ്സായിരുന്നു. അങ്ങനെ ഏകദേശം 6 പേരാണ് ആ ഒരു 5th എക്സാമിനേഷൻ കറന്റ് പാസ്സായിട്ടുള്ളത്. അതിനുശേഷം വന്ന 5 പേരും അവിടെ പരാജയപ്പെടുകയാണുണ്ടായത്. അതിൽ തന്നെ 3 പേര് മരിക്കുകയും ചെയ്തു. പിന്നെ സ്റ്റുഡൻസ് ഒന്ന് പേടിച്ചു ആ ഒരു എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യാനായിട്ട്. അങ്ങനെ 3ാമത്തെ വർഷം എത്തി. 6 ഔട്ട്സിന് വേണ്ടിയുള്ള കോമ്പറ്റീഷൻ വീണ്ടും തുടങ്ങി. ഓരോരുത്തരും ഐസൊലേഷൻ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് തന്നെ അവരുടെ സ്ട്രെങ്ത് ബാക്കിയുള്ള കാര്യങ്ങൾ എല്ലാം തന്നെ മാറിയിരുന്നു. സോ ഇത്തവണത്തെ ഫൈറ്റ് കംപ്ലീറ്റ്ലി അൺപ്രഡിക്റ്റബിൾ ആയിരുന്നു. റിസൾട്ട് ആയിട്ട് വാങ്ചുലുക്കോ ഫസ്റ്റ് സോട്ടായിട്ട് വന്നു, ഗ്യൂമൻ സെക്കൻഡ് സോട്ടായിട്ടും, ബേഗ്ജി തേർഡ് സോട്ടായിട്ടും, ഷാങ്വാഹോ 4th ആയിട്ടും, സോജിയോങ് 5th ആയിട്ടും ആൻഡ് ഉമിങ്ജ 6th ആയിട്ടും വരികയുണ്ടായി. വീണ്ടും ഒരു മാസം കടന്നുപോയി. പിന്നെ കാണിക്കുന്നത് നമ്മുടെ വാങ്ങിനെയാണ്. അല്ല, എല്ലാവരും ഇവിടെ എത്തിയില്ലേ? ആ ഗിയും ഹിയോബോങ്ങും അവിടേക്ക് ചെന്നിട്ടുണ്ട്. അവരെപ്പോഴും ഐസൊലേഷൻ ട്രെയിനിങ്ങിന്റെ വാതിക്ക് തന്നെയാണല്ലേ. അറ്റ്ലീസ്റ്റ് അവരെങ്കിലും അവിടേക്ക് പോകുന്നുണ്ടല്ലോ. പക്ഷെ അതത്ര നല്ലതാണോ? എടാ, നീ എന്തിനാണ് പേടിക്കുന്നത്? ഗിയോ എന്തായാലും നല്ലൊരു ഫൈറ്റർ തന്നെയല്ലേ, പിന്നെ പേടിക്കേണ്ട കാര്യമുണ്ടോ? എടാ, വേറൊന്നും കൊണ്ടല്ല, മൈനർ പ്രീസ്റ്റിന്റെ ആ ഒരു കോമ്പറ്റീഷൻ ഇപ്പൊ നന്നായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഗിയോൺ ചെയ്യണം. എത്ര തവണയാണ് നിനക്ക് വേണ്ടി ആ ഒരു കഫറ്റീരിയയിൽ വെച്ച് ഓഫർ തന്നതെന്ന്? അല്ല, അതെന്താണ് നീ അങ്ങനെ പറഞ്ഞത്? ഞാൻ അവന്റെ കൂടെ കൂടുമെന്ന് നിനക്ക് തോന്നിയോ? എടാ, എനിക്ക് നിന്നെ വിശ്വാസം ഇല്ലാണ്ടല്ല ഞാൻ പറഞ്ഞതാണ്. അവൻ കംപ്ലീറ്റ്ലി നാസ്റ്റി അല്ല ട്രിക്ക് എന്തെങ്കിലും പുൾ ചെയ്ത് കഴിഞ്ഞാൽ വാങ്ങ് പറഞ്ഞത് ശരി തന്നെയാണ്. ഗിയോനും അത്ര ഡിഫറൻ്റ് ഒന്നുമല്ല. ആ യൂച്ചനെ വെച്ച് നോക്കാൻ നേരത്ത് അവൻ എന്തെങ്കിലും ഉടായ്പ കാണിച്ചിരിക്കും. അതുകൊണ്ടല്ലേ നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കുന്നത്. അതാണ്. പക്ഷെ എങ്കിലും എനിക്ക് ഇന്ന് അത്ര നല്ലതായിട്ട് തോന്നില്ല. എന്തോ ഒരു പ്രശ്നമുള്ളത് പോലെ. പിന്നെ കാണിക്കുന്നത് ഐസൊലേഷൻ റൂമിന്റെ ആ ഒരു എൻട്രൻസ് ആണ്. ഈ സമയത്ത് ഹിയോബോ ഉച്ചത്തി അലറിയും ചെയ്യും. നീക്ക് എന്ത് ചെയ്യുവാണ് ഈ വെപ്പൺസുമായിട്ട്? നാണമില്ലേ നിനക്കൊന്നും? മര്യാദക്ക് മുന്നിൽ നിന്ന് മാറാൻ നോക്കടാ. നിന്നെ ആരും ഇവിടെ നോക്കിയിട്ടില്ല. ഗിയു, നീ അതൊന്ന് കൺസിഡർ ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. അത് മറ്റാരുമില്ലായിരുന്നു, ഗിയോൺ ചിയോണായിരുന്നു. ഞാൻ നിന്നോട് പലതവണ പറഞ്ഞു കഴിഞ്ഞു, ഞാൻ നിന്റെ ഓഫർ റെഫ്യൂസ് ചെയ്യുവാണ്. ഞാൻ ഓൾറെഡി ഒരു ലോഡിനെ സെർവ് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നിയായിരുന്നു ഇത് തന്നെ സംഭവിക്കുമെന്ന്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനൊരു തീരുമാനം എടുത്തത്. സോ നമുക്കൊരു ഡ്യുവൽ ചെയ്താലോ? നീ ജയിച്ചു കഴിഞ്ഞാൽ നിനക്ക് ഇഷ്ടമുള്ളവല്ലോ നടക്കാം. ഞാൻ പിന്നെ നിന്നെ ശല്യപ്പെടുത്തില്ല. പക്ഷേ ഞാനാണ് ജയിക്കുന്നതെങ്കിൽ നീ എൻ്റെ ഒരു ഫോളോവർ ആകണമെന്നും പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിക്കുന്നത്.